ബീർഭൂമിയിൽ നിന്ന് എംബ്രോയിഡറിയിലൂടെ വിജയത്തിന്റെ പാത കാട്ടിത്തന്ന വ്യക്തിത്വം ശ്രീമതി തൃപ്തി മുഖർജി, പത്മശ്രീ ജേതാവ് 2026. ബംഗാളിലെ ബിർഭൂം ജില്ലയിലെ ചെറിയ പട്ടണമായ ഷുയിഡിയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് തൃപ്തി മുഖർജി ജനിച്ചത്. 6-ാം വയസ്സിൽ തന്നെ അവർ അമ്മയിൽ നിന്ന് കാഥ സ്റ്റിച്ച് പഠിക്കാൻ ആരംഭിച്ചു. 10 വയസ്സായപ്പോൾ മറ്റു പെൺകുട്ടികളോട് നിങ്ങളും പഠിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. തന്റെ കഴിവ് മറ്റുള്ളവരിലേക്കും കൈമാറണമെന്ന ഈ അഭിനിവേശം ഒരു വഴിത്തിരിവായി വിവാഹത്തോടെ പുതിയ വഴികൾ തുറന്നു. അവർ മനോഹരമായി എംബ്രോയിഡറി ചെയ്ത സാരികളും ദുപ്പട്ടകളും ഭർത്താവ് മുംബൈയിലെ ഒരു കടയിലേക്ക് അയച്ചു. അതിനുശേഷം സംഭവിച്ചതെല്ലാം ചരിത്രമായി. തൃപ്തി പട്ടണത്തിലെ 20-25 സ്ത്രീകളുമായി തന്റെ ആദ്യ വർക്ക് സ്റ്റേഷൻ ആരംഭിച്ചു. തുണിത്തരങ്ങൾ വാങ്ങി അവരെ പരിശീലിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവർ 1000-1500ഓളം സാരികളും ദുപ്പട്ടകളും നിർമ്മിക്കാൻ തുടങ്ങി. അവയെല്ലാം വിറ്റുതീർന്നു. ജോലിത്തിരക്ക് വർദ്ധിച്ചതോടെ അവരുടെ പരിശ്രമവും വർദ്ധിച്ചു. അവർ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള 250-300 സ്ത്രീകളെ കൂടി പരിശീലിപ്പിച്ച് ജോലി വേഗത്തിലാക്കി. കഴുത്തിന് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം എന്നെ കിടപ്പിലാക്കി. എഴുന്നേൽക്കാനായി കഴുത്ത് ഉയർത്താൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. കഴുത്തുരോഗം ബാധിച്ച് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കണ്ണുകളിലുണ്ടായ സമ്മർദ്ദം കാരണം അവർക്ക് കാഴ്ച ഏകദേശം നഷ്ടമായി. പക്ഷേ ദൃഢമായ മനോബലം കൊണ്ട് അവർ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ജോലി തുടർന്നു. ഇന്ന് അവരുടെ പരിശ്രമം 18,000-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. അവർക്ക് സ്ഥിരമായ ഉപജീവന മാർഗവും സ്വയം പര്യാപ്തതയും നേടിക്കൊടുത്തു. അവർ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെയുള്ള സ്ത്രീകളെയും പരിശീലിപ്പിക്കാൻ തുടങ്ങി. എന്റെ കുടുംബത്തിന് പുറമെ ഞാൻ പഠിച്ചവരോട് ഒരിക്കലും വേർതിരിവ് കാണിച്ചിട്ടില്ല. എനിക്ക് ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാനായെങ്കിൽ, അല്ലെങ്കിൽ അവരിലൂടെ സമൂഹത്തിന് സംഭാവന നൽകാനായെങ്കിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അവരെ ഹൃദയത്തോളം സ്നേഹിക്കുന്നു. ഇന്ന് തൃപ്തി പരിശീലനം നൽകിയ ബിർഭൂമിലെ സ്ത്രീകൾ കാഥാകലയെ ഒരു പ്രധാന ഉപജീവന മാർഗമായി കരുതുന്നു. അവരുടെ കൂട്ടായ പരിശ്രമങ്ങൾ വിദേശ കലാപ്രദർശനങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പ്രശംസ പിടിച്ചുപറ്റുകയും ഒപ്പം ഭാരതത്തിന് അഭിമാനമാവുകയും ചെയ്തു. അടുത്ത തലമുറയോട് ഞാൻ പറയുന്നത്, ഉത്സാഹം കൈവിടാതെ പൂർണ്ണ ഏകാഗ്രതയോടെ പ്രവർത്തിക്കണം. ഒരിക്കലും പിന്നോട്ടാവാതെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകണം. ശ്രീമതി തൃപ്തി മുഖർജി. കോടി കോടി നമസ്കാരം.